ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാമ്പഴ കാലം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ആയിട്ട് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മാമ്പഴമൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പൊ ഞാൻ തയ്യാറാക്കുന്നത് ഇതേപോലെയുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ കടുക്കാച്ചി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു മാങ്ങ അവൈലബിൾ അല്ല, കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ, വലിയ മാങ്ങയാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല, നന്നായിട്ട് കഴുകി തോല് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കടയിൽ വാങ്ങുന്നത് പോലെ ഇങ്ങനെ ശരിക്ക് കട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനായിട്ടുള്ള മാങ്ങയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി തേങ്ങയില്ലാത്ത മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാങ്ങ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം. മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊരു ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചുവട് കട്ടിയുള്ള വേറെ പാത്രത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1 ഗ്ലാസ് വെള്ളം മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാകും ഈ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വേവുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാങ്ങ വെന്തോ നോക്കാം. അപ്പൊ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാണ് വേണ്ടത്. പക്ഷെ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം തൈര് ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിത് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പുളിയുള്ള തൈരാണ്. ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ചിട്ടുണ്ട്. അളവ് എനിക്കിപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ആദ്യം നിങ്ങൾ ഒഴിച്ചു നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് പുളി ഉണ്ടെങ്കിൽ പിന്നെ ഒഴിക്കണ്ട. നല്ല പുളിയുള്ള തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തൈര് ചേർത്തത് കൊണ്ട് തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. തിളക്കാൻ കാത്തു നിൽക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടേണ്ട കാര്യങ്ങൾ നോക്കാം. വറുത്തിടാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ അധികമായി പോകാൻ പാടില്ല, കുറച്ച് ചേർത്താൽ മതി. അപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ലാസ്റ്റ് 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയില്ലാത്ത മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ മാങ്ങാ സീസൺ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ കമന്റ്സും സജഷൻസും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.